അധികാരഭ്രമം മൂത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയന്. അതിന്റെ പ്രകടനമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കണ്ടു നിന്ന ആർക്കും അത് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മുന്നിൽ വന്നിരിക്കുന്നത്, അതായത് LDF മുന്നണിയെ രക്ഷിക്കാനായിട്ട് CPIക്ക് മാത്രമേ ഇനി സാധിക്കുള്ളൂ എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വിശാരദന്മാരായിട്ടുള്ള ആളുകൾ പോലും വ്യക്തമാക്കുന്നത്. പക്ഷേ പിണറായി വിജയന്റെ പിടിവാശി, അധികാരഭ്രമം, അതുമൂലമുണ്ടാകുന്ന മാനസിക വിഭ്രാന്തി, ഇതിനെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകണം. ആര് ചികിത്സ നൽകും? അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ്. ആരിതിന് ചികിത്സ നൽകും എന്നുള്ളത്. ഇവിടെ ഗൗതത്തിൻ്റെ നിരീക്ഷണം 100% ശരിയാണ്. അധികാരഭ്രമം ആണ് പാർട്ടിയെ ഈ പതനത്തിൽ കൊണ്ടെത്തിച്ചത്. അധികാരഭ്രമം പ്ലസ് ധാർഷ്ട്യം. ആരുടെ അധികാരഭ്രമം എന്നുള്ളതാണ്. പാർട്ടിക്ക് വേണ്ടിയുള്ള അധികാരഭ്രമമാണോ പിണറായിക്ക് വേണ്ടിയുള്ള അധികാരഭ്രമമാണ്? അതാണ് ചോദ്യം, പ്രധാന ചോദ്യത്താണ്. അപ്പോൾ അധികാരഭ്രമം ഇവിടെ പിണറായിക്ക് വേണ്ടിയുള്ള അധികാരഭ്രമമാണ്. മാത്രമല്ല, തനിക്കെല്ലാം താങ്കൾ ഭ്രാന്തി പിടിപ്പിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തനിക്കെല്ലാം നഷ്ടപ്പെടുന്നു. മകളിൽ കൂടെ സമ്പാദിച്ച സ്വത്ത്, റിയാസിൻ്റെ ഭാവി പ്രതീക്ഷകൾ, മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ മുകളിലേക്കുള്ള എത്ര വേണേ, പോളിറ്റ് ബ്യൂറോ മെമ്പറോ പാർട്ടി സെക്രട്ടറി എന്തും ആകാം, ഇത്തരം പ്രതീക്ഷകളെല്ലാം തകർന്ന് ഇല്ലാതായ പിണറായി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനും വാക്കുകളിലുമുണ്ട്. ആ നിരാശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടോ? ഇപ്പോൾ തൽക്കാലം ഒരു നേതാവിനെ മുൻനിർത്തി CPMലേക്ക് പുതുതായി അല്ലെ ഇപ്പം നിലവിലുള്ള വിട്ടുപോയ അണികളെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ആലോചിക്കേണ്ട കാര്യമാണ്. പണ്ട് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ ആരെല്ലാം പോയി എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ്റെ ഒരു സാന്നിധ്യം മാത്രം മതിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്, CPMലേക്ക് അണികളെ ആകർഷിക്കാൻ. ഏത് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ടായാലും അച്യുതാനന്ദൻ ഒരാൾ വിചാരിച്ചിരുന്നു ഇതെല്ലാം നിർത്താൻ പറ്റും. പക്ഷെ ഇന്ന് അങ്ങനെ ഒരാളില്ല പാർട്ടിയിൽ. പാർട്ടികൾക്ക് നഷ്ടപ്പെട്ട അണികളെ, ഇത് കോൺഗ്രസിലേക്കും UDFിലേക്കും മാറി വോട്ട് ചെയ്ത് കുറച്ച് പേര് BJPയിലേക്കും ചെയ്തിട്ടുണ്ടാവും. ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആകർഷിക്കുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ രണ്ട് അണികളെ ആകർഷിക്കണം, അല്ലെ അണികളെ അച്ചടക്കത്തോടെ വടിയും കൊണ്ട് കൂടെ നിർത്തണം. ഇത് രണ്ടും പിണറായി വിജയന് പറ്റില്ല. അധികാരമില്ലാതെ പിണറായി വിജയന് വടി ഉപയോഗിക്കാൻ പറ്റില്ല. ആകർഷിക്കാനുള്ള കപ്പാസിറ്റി വേണം. പുതിയ ആശയങ്ങളും പുതിയ പ്രവർത്തന പരിപാടികളും പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കണം. അതിനുള്ള കഴിവ് ഇങ്ങേർക്കോട്ടില്ല താനും. അതായപ്പോൾ നമുക്കിവിടെ കാണുന്നത്. പിന്നെ CPIയുടെ ബന്ധം പറഞ്ഞു. CPIക്ക് 64 ചൈനീസ് യുദ്ധകാലത്ത് പാർട്ടി പിളർന്ന ശേഷം, CPIയുമായിട്ട് പിളർന്ന ശേഷം ഏറ്റവും വലിയ ശത്രുവായിരുന്നു ആര്? CPIയുമായിരുന്നു ഏറ്റവും വലിയ ശത്രുക്കൾ. പക്ഷേ അവിടെ 1967 ഇയർ മറക്കരുത്, 1967 ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായൊരു വർഷമാണ്. പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പാർട്ടികൾ തമ്മിൽ വർക്കൗട്ട് ചെയ്ത സമയമാണ്. ഇവിടെ കേരളത്തിലെ സപ്തകക്ഷി മുന്നണി എന്നുള്ള പേരിൽ EMSൻ്റെ നേതൃത്വത്തിൽ CPMൻ്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി മന്ത്രിസഭ ഉണ്ടായി. കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും മൂലക്കിരുത്താൻ സാധിച്ചു. ഇന്നത്തെ CPMനേക്കാൾ ഗതികെട്ട അവസ്ഥയിലായി 9 സീറ്റ് കോൺഗ്രസ്. പക്ഷെ അവിടുന്ന് പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഇടതുപക്ഷത്തിന് കാലിടറി. അതിൻ്റെയൊക്കെ പല കാരണങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന് കാലിടറി എന്ന് പറഞ്ഞാൽ അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് പോലും 117 സീറ്റ്, അതായത് 13 സീറ്റ് അവൻ്റെ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും ബഹുഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് പോലും ആ മുന്നണി മന്ത്രിസഭയെ തകർക്കാൻ കോൺഗ്രസിനെ പറ്റി, അല്ലെ കരുണാകരനെ, അന്ന് നേതാവ് കരുണാകരനെ പറ്റി. പിന്നീട് നടന്ന ഇലക്ഷൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പലതരത്തിലാണ്. ആദ്യം KSP KTP ഇങ്ങനെയുള്ള കക്ഷികൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവസാനം CPIക്കും ആ ഇടതുപക്ഷ മുന്നണി വിട്ടുപോരേണ്ടി വന്നു. അതിന് മുമ്പ് മുന്നണി ഉണ്ടാക്കുമ്പോൾ പറയാനറിയോ, ഈ ഐക്യം ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ കൃഷ്ണമണിയൊക്കെ പറിച്ചെറിഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കക്ഷികളും ചാടി മറിഞ്ഞു പോയത്. അപ്പോൾ ഇത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ മുന്നേറ്റം. സാറേ, ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാർക്ക് യഥാർത്ഥത്തിൽ വളരെ അതെ ഹാസ്യമായിട്ടും കോമഡി ആയിട്ടും എന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ശരിയായിട്ടുള്ള വാസ്തവം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? വ്യക്തി താല്പര്യം. പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് പാർട്ടി ചുരുങ്ങുകയും ആ വ്യക്തി താല്പര്യം മൂലം സംഭവിക്കുന്ന അപജയങ്ങൾ, ഇതാണല്ലോ പ്രധാന പ്രശ്നം. ഇതിനെ തിരുത്തുക എന്ന് പറയാൻ ഇടതുപക്ഷ പാർട്ടിയിൽ ആരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് നേരിടുന്നത്. ഉള്ളതാണെങ്കിൽ CPI ആണ്. CPI പറയുന്നത് തൊട്ട് കേൾക്കുകയും ചെയ്യുന്നില്ല. പിണറായി താക്കോൽ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്ന ആളുകളൊക്കെ തൻ്റെ അടിമകളോ ആജ്ഞാനുവർത്തികളോ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും എഗെയിൻസ്റ്റ് മിണ്ടൂല്ല. പിണറായിക്കെതിരെ ഉള്ളിൽ ഇവർക്കൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മിണ്ടാത്തതിൻ്റെ കാരണം ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം പ്രതിസന്ധികളാണ് ഈ പാർട്ടി നേരിടുന്നത്. ഇത് യഥാർത്ഥത്തിൽ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണമെങ്കിൽ CPIയെ കേൾക്കുക എന്നത് മാത്രമാണോ ഒരു പരിഹാരം എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് തന്നെയാണോ?
CPI കേട്ടാൽ മാത്രം പോരാ, CPI ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണ്ടേ. ഇവിടെ CPI മുന്നണി രാഷ്ട്രീയ 10 സീറ്റ് മത്സരിക്കാൻ കൊടുത്തുകൊണ്ട് മാത്രം CPI ആയിട്ടുള്ള പ്രശ്നം തീരുമോ? CPI ഇവിടുത്തെ മുന്നണി സംവിധാനത്തെക്കുറിച്ച് PMC ഫണ്ട് ഉൾപ്പെടെയുള്ള മുന്നണി സംവിധാനത്തെക്കുറിച്ച് കുറേ പ്രശ്നങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ പാളിച്ചകൾ പറഞ്ഞിട്ടുണ്ട്. ആ പാളിച്ചകൾ തിരുത്താൻ CPM തയ്യാറാകണ്ടേ? ആ പാളിച്ചകൾ തിരുത്താൻ CPI കൂട്ട് കാര്യമില്ലല്ലോ. ഇനി പാളിച്ചകൾ തിരുത്താത്തത്, പാളിച്ചകൾ തിരുത്തിയാൽ ഇവർ രണ്ടുപേരും സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരും. പാളിച്ചകൾ തിരുത്താൻ തീരുമാനിച്ചാൽ പിണറായി വിജയനും MV ഗോവിന്ദനും അധികാര സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. കാരണം അവരാണ് ഈ പാളിച്ചകൾ ചെയ്തിരിക്കുന്നത്. അവരുടെ തെറ്റുകളാണ് തിരുത്തേണ്ടത്. അത് ഇപ്പോഴും പറയില്ല, മൊത്തത്തിലേ പറയുള്ളൂ. അപ്പോൾ ഇവരെ മാറ്റാനുള്ള ധൈര്യം CPIക്കോ മുന്നണിക്കോ ഉണ്ടാകും. CPIക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, CPM-നുണ്ടാകണം, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഉണ്ടാകണം. അതുണ്ടാകുന്നില്ലെങ്കിൽ തിരുത്തലില്ല, ഇതുപോലെ തന്നെ അങ്ങ് പോകും. അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ സീറ്റ് കുറച്ചുകൂടെ കുറയും. അപ്പോഴും പറയും ഞങ്ങൾ ജനങ്ങളുടെ കൂടെ തന്നെയാണ്, കൂടെ നിന്ന് പോരാടും എന്നുള്ള ഈ വാചകങ്ങൾ പറയും. പക്ഷേ 67 കോൺഗ്രസ് തകർന്നു കഴിഞ്ഞപ്പം കേവലം 9 സീറ്റിലേക്ക് കോൺഗ്രസും 5 സീറ്റിലേക്ക് കേരള കോൺഗ്രസ് ഒതുങ്ങിപ്പോയപ്പോൾ കോൺഗ്രസിനെ വളർത്തിയെടുത്തത്, ചാരത്തിൽ നിന്നും ഊതിക്കത്തിച്ച് വലിയ അഗ്നികുണ്ഡമാക്കി എടുത്തത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളാണ്. അതിൻ്റെ പേര് യൂത്ത് കോൺഗ്രസും KSU. അന്നത്തെ നേതാക്കന്മാർ AK ആൻ്റണി, വയലാർ രവി, MA ജോൺ തുടങ്ങിയ നേതാക്കന്മാരുണ്ട്. പിന്നെ സുധീരനൊക്കെ വന്നു. ഇത്രയും കാലിബറുള്ള ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന നേതൃനിര ആർക്കില്ല? CPM-നില്ല. അതാണ് CPM-ലെ ഏറ്റവും CPM-ലെ ചെറുപ്പക്കാരെല്ലാം എന്നാ പറയുക, വന്ധ്യംകരിക്കുക എന്ന് പറയല്ലേ, വന്ധ്യംകരിച്ച് ഒന്നിനും കൊള്ളാത്ത കുറേ ചെറുപ്പക്കാരും. അവരെ വെച്ചുകൊണ്ട് ഈ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മിനിമം ഇനി അത് വേണ്ട, പോട്ടെ, മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും, മരണക്കിടക്കലാണെങ്കിൽ പോലും അച്യുതാനന്ദൻ്റെ ശബ്ദം കേട്ട സഖാക്കൾ അനങ്ങുമായിരുന്നു. ഇന്ന് അച്യുതാനന്ദനും ഇല്ല. അച്യുതാനന്ദൻ്റെ പടം കണ്ടാൽ മതിയായിരുന്നു. ആ സിറ്റുവേഷനിൽ നിന്ന് മാറി ഇന്ന് ജീർണിച്ച ഒരു നേതൃത്വം, അത് പിണറായി വിജയനാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അലർജി ഉണ്ടാക്കുന്നത്. എവിടെയെങ്കിലും ഹോട്ടലിലോ എവിടെയെങ്കിലും പൊതുവായി ബാറിൽ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന, നമ്മൾ ഏത് ഹോട്ടലിലോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ന്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ടർ ചാനലിലെ ന്യൂസ് ആണെങ്കിൽ പോലും പിണറായി വിജയൻ്റെ മുഖം കാണുമ്പോൾ ആൾക്കാരുടെ കമൻറ്റ് മാത്രം കേട്ടാൽ മതി. ഈ മനുഷ്യനെ ഞങ്ങൾക്ക് വേണ്ട, പ്രത്യേകിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വേണ്ട. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ BJP-യിലോ സ്വതന്ത്ര പാർട്ടിയിലോ അങ്ങനെ ഏതെങ്കിലും പാർട്ടി ചേരാം. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലാ ഗുണങ്ങളും ഇദ്ദേഹം നശിപ്പിച്ചു. അതോടുകൂടി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുനർജീവനത്തിന് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നെഗറ്റീവ് അല്ലെങ്കിൽ വിപരീത ഫലങ്ങളെ ചെയ്യുള്ളൂ. പക്ഷേ ആരുണ്ട് ഇദ്ദേഹത്തെ തിരുത്താൻ? അതാണല്ലോ ചോദ്യം. അല്ല, ആരെങ്കിലും, കാരണം ഇദ്ദേഹം ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. രഹസ്യം മാത്രമേ ഉള്ളൂ. പാർട്ടിയുടെ കുറെ അധികം രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഒന്നും മിണ്ടാൻ ആർക്കും പറ്റുന്നുമില്ല. ഇതാണ് പ്രധാന ഗുരുതര പ്രശ്നങ്ങളാണിത്. രഹസ്യങ്ങൾ മാത്രമല്ല, രഹസ്യങ്ങളാണ് പൊട്ടുന്ന വയ്ക്കായിരുന്നു. പാർട്ടിയുടെ ഖജനാവിൻ്റെ താക്കോൽ അറിയില്ല. 5 പൈസ ചായ കുടിക്കാൻ വേണമെങ്കിൽ നാരങ്ങാവെള്ളം കൊടുക്കാൻ ആരോട് ചോദിക്കണം? 5 പൈസ ഡൽഹി ചെന്ന് നല്ല വെയിലാണ്, MA വേവ് ഇറങ്ങിയാണ് നാരങ്ങാവെള്ളം കുടിക്കണം. 10 രൂപ വേണമെങ്കിൽ ആരോട് ചോദിക്കണം? ഗൂഗിൾ പേയിൽ അയച്ചു തരാൻ MA വേയോട് വിളിച്ചു പറയണം. അതാണ് പാർട്ടിയുടെ എല്ലാ അങ്ങനെയുള്ള സ്വാധീനമുള്ള ഘടകങ്ങളുടെ മുഴുവൻ നിയന്ത്രണം പിണറായി വിജയൻ കയ്യിലാക്കി. അങ്ങനെ എല്ലാ നേതാക്കന്മാരെയും ഒന്നും അല്ലാതാക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് KC ഉമേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ട് ഇപ്പം ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഇത് കണ്ടപ്പോ, ഈ പത്രസമ്മേളനം കണ്ടപ്പോ ഈ സ്ഥലകാല ഭ്രമം സംഭവിച്ച ഒരാളെ പോലെയാണ് യഥാർത്ഥത്തിൽ ഫീലായത് എന്നുള്ളത്. അല്ല, സ്ഥലകാല ഭ്രമം സംഭവിക്കും സാറേ. സ്ഥലകാല ഭ്രമവും സാറ് പറഞ്ഞ പോലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതായത് 35 ഒതുങ്ങിയതിന്റെ ഫ്രസ്ട്രേഷൻ, പിന്നെ അതുപോലെ മറ്റങ്ങനെയുള്ള അനവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം വീണയെ തൂക്കാനായിട്ട് നടന്നുകൊണ്ടേ ഉത്തരം തേടി, അതായത് ഉറക്കമില്ലാത്ത നാളുകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ് പുള്ളി യഥാർത്ഥത്തിൽ. ഉറക്കമില്ലായ്മയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന പ്രശ്നം. അതെ, അതാണ്. ഉറക്കം കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ മാനസിക വിഭ്രാന്തിക്ക് ഇല്ലാതാവുള്ളൂ. പിണറായി വിജയന്റെ ഭാഗ്യം ആണ് പ്രശ്നം. പിണറായി വിജയൻ ഉണർന്നിരിക്കുമ്പോൾ തലയ്ക്ക് ഒരുതരം ഭ്രമം വായിച്ച് ഉണർന്നിങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളുമായിട്ട് നടക്കുമ്പം ഇപ്പറേ അത് തിരുത്തേണ്ട, അതിനെ നിയന്ത്രിക്കേണ്ട ആൾക്കാർ മന്ദബുദ്ധിയായിട്ട് മറ്റേ മയക്കുമരുന്ന് കഴിച്ച് ബോധം കെട്ടി കിടക്കുന്ന പോലെയാണ് തിരുത്തേണ്ടവർ കിടക്കുന്നത്. ഓരോരുത്തരും അവർക്കൊന്നും പറയാനുള്ള ശക്തിയില്ല. അവരുടെ നാവ് എന്തെങ്കിലും പറഞ്ഞാൽ കുഴഞ്ഞു പോവും. ബാറിൽ നിന്ന് കള്ളുപിടിച്ച് പൂസായിട്ട് വരുന്നവരുടെ കൂട്ടുള്ള നാക്കുമായിട്ട് എന്തെങ്കിലും പറയാനുള്ളൂ. പിണറായി വിജയനെ തിരുത്താനുള്ള ആമ്പയർ നമ്മൾ എന്താ പറയുന്നത്, അത്രയ്ക്ക് മാത്രം ആർജവമുള്ള ഒരു നേതാവും ഇന്ന് കാണുന്നില്ല. പിണറായി വിജയനാണ് ബോധം കെട്ട് കിടക്കാൻ അടിമകളാണല്ല. പിണറായി വിജയനാണ് വിഭ്രമമായിട്ട് നടക്കുകയാണ്. വിഭ്രമം ബാധിച്ച ഒരാളെ എങ്ങനെ തിരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
അത് മാത്രം ആലോചിച്ചാൽ മതി. വിപ്ലവം ബാധിച്ച ഒരാളെ തിരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തകരും, അതാണ് തകർന്ന് പണ്ടാരടങ്ങും. അതാണ് CPM നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം തന്നെ. അത് പരിഹരിക്കാൻ തൽക്കാലം ഇപ്പം എന്നോടോ അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും ആരായിരിക്കണം അടുത്ത നേതാവെന്ന് ചോദിച്ചാൽ ഉത്തരയില്ല. എന്തായാലും മാനസിക വിഭ്രാന്തി, പിണറായി വിജയനെ പിടിമുറുക്കിയിരിക്കുന്ന മാനസിക വിഭ്രാന്തി അധികാരത്തിൻ്റെ ഒരു വല്ലാത്ത ജീർണാവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും പറയുന്നൊരു കാര്യമുണ്ട്, പിണറായിയാണ് പ്രശ്നം. അങ്ങനെ കുറ്റപ്പെടുത്തണ്ട. പിണറായിയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തണം. പിണറായി പ്രശ്നം തന്നെയാണ് 100% കേരളത്തിൻ്റെ കാര്യത്തിൽ പിണറായിയാണ് പ്രശ്നം. ബംഗാളിലെയും MA ബേബിക്ക് പോലും തിരുത്താൻ പറ്റുന്നില്ല. അവിടെയാണ് താങ്കൾ പറഞ്ഞത് ശരി. MA ബേബിക്ക് പോലും തിരുത്താൻ പറ്റില്ല. MA ബേബി അത്രേ ഉള്ളെന്ന് വിചാരിച്ചാൽ മതി. അതെ, അത്രേ ഉള്ളൂ. MA ബേബി പോലും അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഇത് രക്ഷപ്പെടണമെങ്കിൽ ചെറുപ്പക്കാരുടെ സെറ്റ് വരണം. തൽക്കാലം എന്തായാലും ഇവരെ ഈ കളി കാണുമ്പോൾ നമുക്കൊരു ഹരവും രസകരവുമായിട്ട് തുടരുകയാണ്. കാരണം സതീശന് ദിവസവും എപ്പോഴും കോൺഗ്രസിലാണ് ഗ്രൂപ്പ് വഴക്കും തല്ലുകളെ കുറ്റിയിട്ടും ഇപ്പോഴും ഉണ്ട് പറയാറ്. പക്ഷെ ഇപ്പം നിലവിലുള്ള സാഹചര്യം അനുസരിച്ചിട്ട് CPM ആണ്, ഇടതുപക്ഷ മുന്നണിയിലാണ് ഏറ്റവും വലിയ ഗ്രൂപ്പിസവും വഴക്കും പ്രശ്നവും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് യഥാർത്ഥത്തിൽ ജനം പൊട്ടിച്ചിരിക്കുകയാണ്. കാർക്കിച്ച് തുപ്പുക. അതെ.